ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലേ. എവിടെ പോന്നാ? ഇന്ന് ജോലിക്ക് പോണ്ടേ. ഇന്നോട്ട് പോന്നാ? എത്ര മാസമായി ജോലിക്ക് പോയിട്ട്, ഇനിയും ജോലിക്ക് പോയില്ലേ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചു വിടും. പോവാൻ ഇറങ്ങിയതാ. ഒരു ജോലിക്ക് ഒരാളിനെ ഇവിടെ കിട്ടിയല്ലേ, അത് തന്നെ ഒരു ഭാഗ്യം. തംസി, ആ പെണ്ണ് കാലത്തെ മക്കളെയൊക്കെ സ്കൂളിൽ വിട്ട് ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുത്താ പറഞ്ഞു വിട്ടത്. വീടും പരിസരമൊക്കെ നല്ല വൃത്തിയാക്കി തന്നെ ഇടുന്നു. പാവങ്ങളാന്ന് തോന്നുന്നു. നിക്കട്ടെ, എനിക്കും ജോലിക്ക് പോകാനല്ലേ, നിന്റെയും കാര്യങ്ങൾ നോക്കുന്നുണ്ടല്ലേ. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. കാക്ക, ഫുഡ് കഴിക്കാൻ വരാഞ്ഞെന്ത്? അപ്പൊ ഫുഡ് കഴിച്ചില്ലായിരുന്നാ? ഇല്ല, ഞാൻ പോയിട്ട് വരട്ടെ. ആഹാരം അല്ല, കഴിച്ചിട്ട് പോയാ മതി. ഇല്ലത്താ, കഴിച്ചില്ല ഇതുവരെ. ഞാനാണെങ്കിൽ റൂമിൽ വരെ പോയി നോക്കി, അപ്പൊ കണ്ടില്ല. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന. വാ ചെല്ല, കഴിക്ക്. അപ്പൊ ചുണ്ടാക്കി വെച്ചല്ലേ, ചെല്ലേ. എടുത്തു പോയി, ഞാൻ എന്താ വരുന്നത്. അപ്പൊ മുട്ടക്കറി ഉണ്ടാക്കി വെച്ചേക്കുന്ന. വാ. നീ കഴിച്ചാ? എനിക്ക് ആ കൊച്ചു ഇവിടെ കൊണ്ട് തന്നായിരുന്നു. അപ്പൊ കഴിച്ചില്ലായിരുന്നു. അപ്പൊ ഞാൻ കഴിച്ചിട്ട് ഞാനങ്ങ് പോവേ. ശരി എന്നേ. നേരത്തെ വരണേ, വൈകിട്ട്. എന്തെങ്കിലും വീട്ടിലേക്ക് സാധനങ്ങൾ വേണമെങ്കിൽ ആ കൊച്ചിന്റെ പറഞ്ഞാൽ മതി, ലിസ്റ്റ് എഴുതി തരേ. എന്തെങ്കിലും വേണ്ടെന്ന് വാങ്ങിച്ചോണ്ട് വരണേ. പോയിട്ട് വരേ. അതൊക്കെ ഞാൻ സെൻഡ് ചെയ്ത് കൊടുക്കാത്താ. ഭർത്താവിനും പറഞ്ഞോണ്ടിരിക്കോട്ട്. വാ. ഞാൻ എന്താ വരുന്നത്, എടുത്തു പോയി. എവിടെ കഴിക്കാൻ എടുത്തു വെച്ചെന്ന് പറഞ്ഞിട്ട്? ധൃതിപ്പെടാതെ, ഇപ്പൊ എടുത്തോണ്ട് വരാം. ഇരിക്കേ. പെട്ടെന്നല്ലേ, കൊണ്ടുവാ. കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ടേസ്റ്റ് ഒന്നും എനിക്ക് അറിയത്തില്ലല്ലോ, എന്നെ കൊണ്ടാവുന്ന കണക്കൊക്കെ വെച്ചതാ. കൊള്ളാം. ഒത്തിരി നാളായി ഇങ്ങനെ ആഹാരം കഴിച്ചിട്ട്. കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. കാലിനെന്ത് പറ്റി? അത് കാലം എനിക്കിവിടെ വീടൊന്നും പരിചയമില്ലല്ലോ, അവിടെ കയറി നിന്ന് തട്ടിയതാ. ചെറിയൊരു വേദന. ഹോസ്പിറ്റലെല്ലാം പോണോ? വേണ്ട വേണ്ട, ഞാൻ എണ്ണ ഇട്ടിട്ടുണ്ട്. വൈകിട്ട് വരുമ്പോ ഒരു ഓയിൽമെന്റ് വാങ്ങിക്കൊണ്ട് വരണേ. വാങ്ങിക്കൊണ്ടുവരാം. ഞാൻ വാട്സപ്പ് ചെയ്തേക്കാം. നമ്പർ ഇന്നലെ വിളിച്ച നമ്പറല്ലേ, എൻ്റെ കയ്യിലുണ്ട്. വാട്സാപ്പ് ഒന്നും ചെയ്യണ്ട, ഞാൻ വാങ്ങിക്കൊണ്ടുവരാം. നീ റംസിയുടെ കാര്യം നോക്കണേ, സമയത്ത് ആഹാരവും മരുന്നും ഒക്കെ എടുത്ത് കൊടുക്കണേ. ഞാൻ നോക്കിയല്ലോ, രാവിലെ എല്ലാം വൃത്തിയൊക്കെ ആക്കിയല്ലോ. അതിനാണ് ഇവിടെ നിർത്തിയേക്കുന്നത്, ആ ഒരു ഓർമ്മ വേണം. കൊള്ളാവോ? കഴിക്ക്, മൊത്തം കഴിക്ക്. മതി മതി, എനിക്ക് ജോലിക്ക് പോകാൻ സമയമായി. മൊത്തം കഴിച്ചിട്ട് പോയാൽ മതി. ഇരിക്ക്, സാരമില്ല, കുറച്ച് താമസിച്ചാലും കുഴപ്പമൊന്നുമില്ല. കൊള്ളാവോ? കൊള്ളാം, റംസി ഉണ്ടാക്കുന്നതിലും കൊള്ളാം. താങ്ക് യു. എനിക്കത് കേട്ടാ മതി, ഇത്തായ കഴി കൊള്ളാമെന്ന് കേട്ടാ മതി.
ഞാൻ ലഞ്ച് ബോക്സ് ബാഗിൽ വെച്ചിട്ടുണ്ട്, മൊത്തം കഴിക്കണം, ഒന്നും കളയരുതേ. എന്ത് കഷ്ടപ്പെട്ട് രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കിയതാ, ഒരു വറ്റൂലും കളയരുത്. ഇപ്പം മതി, പോട്ടെ. ഗേറ്റ് വരെ വരണോ? അതൊന്നും വേണ്ട, ഞാൻ പൊക്കോളാം. റംസി, ഞാൻ പോയിട്ട് വരേ. ബൈ. വരുന്നേത്താ? അൽഫിയ, ഇക്ക പോയാ? പോയില്ല എത്താ, ഇപ്പൊ പോയതേ ഉള്ളു. കുറച്ച് തുണികൾ വാഷ് ചെയ്യാനുണ്ടേ. കാക്കാട് ഷർട്ട് കിടക്കുന്നോ? ഇതൊക്കെയാണോ? റൂമിന്റെ ആ ബാസ്ക്കറ്റിൽ കാണണം. അല്ല, ഞാൻ മണം ഉണ്ടോന്ന് നോക്കിയത്. അപ്പൊ ഇത് അലക്കാനുള്ളതാ. ബാത്റൂം ബാസ്ക്കറ്റിൽ നിന്ന് എടുത്തോളാത്ത. ആ പോക്കറ്റുകളും കൂടെ നോക്കുവാണേ, ചിലപ്പോൾ പൈസ വല്ലതും കാണും അതില്. പൈസ അതൊക്കെ ഞാൻ നോക്കാത്ത. കൈക്ക് കൈ കൊണ്ട് അലക്കുന്നേ ഇഷ്ടം. ഇക്കാടെ മാത്രം അങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഇക്കായ്ക്ക് ഫുഡ് ഉണ്ടാക്കുമ്പോഴേ എരി കുറച്ച് കുറയ്ക്കണേ. അതൊക്കെ ഞാൻ ഇന്നലെ വന്നപ്പോഴേ ചോദിച്ച് മനസ്സിലാക്കി. എരിയൊക്കെ കുറച്ച് തന്നെ ഇന്നിട്ടേക്കുന്നത്. 1-2 പേര് വന്നതാ, അപ്പൊ അവർക്കൊന്നും എന്നെ നോക്കുന്ന അത്ര ശരിയാവുന്നില്ലായിരുന്നു. ഇക്കായ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയങ്ങ് പറഞ്ഞു വിട്ട്. പിന്നെ ഇക്ക തന്നെ എന്നെ നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഇക്ക പറഞ്ഞ് വലിയ കുഴപ്പമില്ലെന്ന്. അതുകൊണ്ടാ ഇന്ന് ജോലിക്ക് പോയത്, അല്ലെങ്കിൽ പോകത്തില്ലായിരുന്നേനെ. അത്രയ്ക്ക് സ്നേഹമാണല്ലേ. ഞാൻ ചിലതൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഇത്തായി നോക്കാൻ വേറെ ബന്ധുക്കളാരും ഇല്ലേ? വീട്ടുകാരൊക്കെ ഉണ്ട്, പക്ഷേ ആരും നോക്കാനൊന്നും ഇല്ലടോ. ആർക്കും നോക്കാനൊന്നും വയ്യ. കുറേ ട്രീറ്റ്മെന്റ് ചെയ്ത്, 6 മാസം കൊണ്ടേ ട്രീറ്റ്മെന്റ് തന്നെ. ഇനി എനിക്ക് തോന്നുന്നില്ല, ഒരു പ്രതീക്ഷയില്ല. 6 മാസമായോ? പിന്നെ ജോലിയോട് ഇക്കായ്ക്ക് ഭയങ്കര ആത്മാർത്ഥതയാണ്. അതുകൊണ്ട് വീണ്ടും അവര് ജോലിക്ക് വിളിച്ചത്. കാക്കാക്ക് എവിടെ ജോലി? എനിക്ക് പ്രൈവറ്റ് ഫാമിലാ ജോലി. അത്യാവശ്യം ശമ്പളമൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നും ഇല്ലായിരുന്നടാ. ഇക്കായ്ക്ക് ഫുഡാണ് കൊടുത്തു വിട്ടായിരുന്നാ? ഞാൻ ചോറ് കൊടുത്തു വിട്ട്. കുട്ടികൾക്ക് ലഞ്ച് ആക്കിയപ്പോ തന്നെ ആ ചോറ് കാക്കായ്ക്കും കൂടെ എടുത്ത് വെച്ചായിരുന്നു. ആ വലിയ ബോക്സിലല്ലായിരുന്ന, അതൊക്കെ ഞാൻ കൊടുത്തു വിട്ട്. താൻ പോകുന്നതിന് മുമ്പേ എന്നെ ഒന്ന് പിടിച്ച് കിടത്തിയിട്ട് പോണേ. കുറെ നേരമായില്ലേ, നടു ഭയങ്കര കഴപ്പ് കിടക്കാൻ. ഞാൻ കിടത്തിയിട്ട് പോവാം. പതുക്കെ. ഇനി തൻ്റെ ജോലികളൊക്കെ നടക്കട്ടെ. ഈ മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് അവർക്ക് എന്തെങ്കിലും ഒരു സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണേ. അതൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം. ടാബ്ലറ്റ് കഴിക്കാനുണ്ടോ ഏത്താ? ടാബ്ലറ്റ് ഒക്കെ ഇക്കൊക്കെ തന്നായിരുന്നു. പോയിക്കോ. എനിക്ക് പുറത്ത് കുറച്ച് പണിയുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ.
മണി 10 ഈ കാക്ക ഇതുവരെ കണ്ടില്ലല്ലോ. ശ്ശോ. നമ്പർ വിളിച്ചു നോക്കാം. സ്വിച്ച് ഓഫ്. ഓ, കാക്ക ഇപ്പോഴാണോ വരുന്നത്? ഇത്രയും ലേറ്റ് ആവോ? കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു, അതാ താമസിച്ചത്. ആ റംസി, അയ്യോ, റംസീത്ത ഉറങ്ങി. ഞാൻ ടാബ്ലറ്റ് ഒക്കെ നേരത്തെ കൊടുത്തായിരുന്നു. ഇനിയിപ്പോ പോണ്ട, കഷ്ടമല്ലേ, ഇനി ഡിസ്റ്റർബ് ചെയ്യണ്ട. അപ്പൊ ഞാൻ ഫുഡ് എടുത്ത് വെക്കാം. ഫ്രഷ് ആയിട്ട് വരുന്ന അതാ അതിന് ശേഷം ഒന്നോ ഫ്രഷ് ആവുന്നേ? ഞാൻ ഫ്രഷ് ആയിട്ട് വരാം, നീ ആഹാരം എടുത്തു പോയി. ഇതെവിടെ വെക്കണം? അതെന്റെ റൂമിൽ കൊണ്ടങ്ങ് വെച്ചാൽ. അപ്പൊ നമുക്ക് അങ്ങോട്ട് ഒന്നിച്ച് പോവാം.